അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ സ്നേഹിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള അനിയന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും ബിഗ് ഹായ്. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം പാട്ടിൻ്റെ രാജകുമാരനാണ്. പേര് മുഹമ്മദ് അനസ്. പാലക്കാടാണ് വീട്. നാട്ടിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ചെറിയൊരു വിഷയങ്ങൾ ഒന്ന് സംസാരിച്ച് എന്നും ഈ പാട്ടും കൂത്തൊക്കെ ആയിട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നും ഓർമ്മപ്പെടുത്തി ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ആഗ്രഹത്തോടെ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മ എന്ന കഥാപാത്രം ആ ഒരാൾ വീട്ടിലില്ലെങ്കിൽ ആ വീടിൻ്റെ വെളിച്ചവും ആ വീടിൻ്റെ സന്തോഷവും ഇല്ലാതായി പോകുന്നതിന് തുല്യമാണ്. ഉമ്മയില്ലാതെ ഉമ്മ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉമ്മ ഉണ്ടായിട്ടും ഉമ്മ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു മകന് ഒരു ഉമ്മാൻ്റെ വയറ്റിൽ പിറന്ന അല്ലെങ്കിൽ ഒരു ഉമ്മാൻ്റെ വയറ്റിൽ ഉണ്ടായാലേ അയാളെ ഉമ്മ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമങ്ങളൊന്നും ഇന്നീ കൊച്ചു കേരളത്തിലില്ല. കാരണം നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഉമ്മാൻ്റെ പ്രായമുള്ള ആളുകളെ നമുക്ക് ഉമ്മ എന്ന് വിളിക്കാം. ഈ ഉമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതറിഞ്ഞവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഉമ്മ എന്ന് പറയുന്ന ആളുടെ പവർ എന്താണ് എന്നുള്ളത്. ഏതോ ഒരു കവി മുന്ന് ഒരു പാട്ടിൽ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഇതിൽ പറഞ്ഞു വെച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. 4 വരിയേ ഉള്ളൂ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ, താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണിയാണ്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കനിയാണ്. ഈ പാട്ടിൻ്റെ വരികൾ ഒരു ആളുകളും ഒരിക്കലും മറക്കാൻ കഴിയാത്ത വാക്കുകളാണ്. കാരണം ഒരുപാട് കാലം മുന്നേ ചില കുട്ടികളെ ഉറക്കാനും ചില കുട്ടികൾക്ക് ഉമ്മ താരാട്ട് പാട്ട് പാടിക്കൊടുക്കുന്ന വരികളാണിത്. ആ വരികളിൽ തന്നെ കാണാം, താലോല പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ, താരാട്ടാൻ ഉമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ. ആ ഒരു ഉമ്മാൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ പ്രായത്തിൽ നമ്മുടെയൊക്കെ കാലിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഓടിക്കളിക്കുന്ന പ്രായം അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞ് നടക്കുന്ന കാലത്ത് നമ്മുടെ കാലിലോ നമ്മുടെ കയ്യിലോ ചെറിയ ചെറിയ മുറിവുകൾ പറ്റുമ്പോൾ ആ ചെറിയ മുറിവിനേക്കാൾ വേദന അനുഭവിച്ച് മനസ്സ് നീറി നൊന്ത് വേദനിച്ച് കഴിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് നമ്മളെയൊക്കെ പ്രസവിച്ച നമ്മുടെ ഉമ്മാൻ്റെ ഹൃദയം തന്നെ ആയിരിക്കും. അതിലുപരി 10 മാസം വയറ്റിൽ ചുമന്ന് 10 മാസം വേദനകൾ സഹിച്ച്
ഒരു ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ അവസ്ഥ പല ഭർത്താക്കന്മാർക്കും അറിയാം, അല്ലെങ്കിൽ പല പെണ്ണുങ്ങൾക്കും അറിയാം, പല മക്കൾക്കും അത് മനസ്സിലാക്കിയ മക്കളുമുണ്ട്. എന്തായാലും ഉമ്മയുടെ വേദനകളും ഉമ്മമാരുടെ പ്രശ്നങ്ങളും ഉമ്മമാരുടെ സങ്കടങ്ങളും മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കുന്ന മക്കളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കാലത്ത് നമ്മുടെ കാലിൽ വരുന്ന ചെറിയ ചെറിയ മുറിവുകൾക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഉമ്മ തരുന്ന നമുക്ക് ഓരോ മരുന്നുകൾ, ചില ഉമ്മമാരുടെ തലോടൽ മതി ആ വേദനകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. അല്ലെങ്കിൽ ചില ഉമ്മമാർ പറയും മുതുകിൽ തട്ടിയിട്ട്, എൻ്റെ കുട്ടി എന്തിനാ വിഷമിക്കുന്നു, ഉമ്മച്ചില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ തലോടലും സന്തോഷത്തിൻ്റെ മുതുകത്തുള്ളൊരു തട്ടലും, ആ ഒരു തട്ടൽ മാത്രം മതി നമുക്ക് നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. പക്ഷെ ഇന്ന് അതേ ഉമ്മാനെ വൃദ്ധസദനം പോലത്തെ ഭാഗങ്ങളിലൊക്കെ കൊണ്ടാക്കി മറ്റുള്ള ഉമ്മമാരെ പോലെ മറ്റേതൊക്കെയോ ഉമ്മമാരുടെ മക്കൾ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യയുടെ കൂടെ താമസിക്കാൻ, അല്ലെങ്കിൽ ഇയാളുടെ തെണ്ടിത്തരങ്ങൾ നടക്കാൻ വേണ്ടി സ്വന്തം ഉമ്മയെ തള്ളിക്കളയുന്ന, സ്വന്തം ഉപ്പയെ തള്ളിക്കളയുന്ന മക്കൾ ഒരുപാടാണ്. നമ്മളൊന്നും അങ്ങനെ ആവാതിരിക്കുക, നമ്മളൊന്നും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട്, സർവേശ്വരനോട്, പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഉമ്മാൻ്റെ പവർ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട്. ഇപ്പോൾ നമ്മൾ അധികം ആളുകളും പറയും, കല്യാണം കഴിഞ്ഞ ആളുകൾ പറയും, ആ പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ നന്നായത്, അല്ലെങ്കിൽ ആ പെണ്ണ് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിനൊരു കളറ് പറ്റിയത്, അല്ലെങ്കിൽ കളറ് കിട്ടിയത് എന്നുള്ളൊരു കാരണങ്ങളൊക്കെ. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുണ്ട്. കാരണം നമ്മുടെ ഉമ്മ, നമ്മൾ എത്ര മോശമായിട്ട് നടക്കുകയാണെങ്കിലും നമ്മുടെ ഉമ്മ പറഞ്ഞത്, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ വാക്ക് നമ്മളത് പാലിക്കാതെ പോയത് കൊണ്ടാണ് നമുക്ക് ഉമ്മാൻ്റെ വാക്കിൻ്റെ വില നമുക്ക് മനസ്സിലാവാതെ പോയത്. നേരെ മറിച്ച് ഈ ഭാര്യ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഉമ്മ പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുപാടെ കളറ് കൂടുമായിരുന്നു. പക്ഷെ ആ കളറിൻ്റെ ഭംഗി കുറഞ്ഞത് ആ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ വന്നതുകൊണ്ടായിരുന്നു. അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെക്കുക, ഉമ്മയെ ഉമ്മയായി കാണുക. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുടെ ഉമ്മയുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഉമ്മമാരെ ഞാൻ ഉമ്മ എന്നുള്ള സ്നേഹത്തോടെ വിളിക്കലുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ജംഷി വയനാട് എൻ്റെ ചാനലിൽ വന്ന് പാട്ടൊക്കെ പാടുന്ന ആൾ താമസിക്കുന്ന ആ ഭാഗത്ത് തന്നെ ഒരു ഗർഭിണികളായ സ്ത്രീകളെ നോക്കുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ താമസിക്കുന്ന 2 ഉമ്മമാർ. ആ ഉമ്മമാരുടെ വയറ്റിൽ ഉണ്ടായതല്ല ഞാൻ. എന്നാലും നമ്മളവിടെ പോയി നിന്ന് ഒരാഴ്ച നിന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ കളികളും ചിരികളും തമാശകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ആ ഒരു സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക്, പാലക്കാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു സംഭവമാണ്. ഞാൻ യാത്ര പറഞ്ഞ് 2 ഉമ്മമാരോടും